വെപ്പൺസ് ഡയറക്റ്റഡ് ബൈ ജാക്ക്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ മുന്നേ ഇറങ്ങി പോയ ഒരു പടമാണ്. OTT ഇറങ്ങിയിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി. പക്ഷേ കിട്ടിയൊരു അണ്ടർ റേറ്റഡ് സാധനം. അതായത് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് ആരും അങ്ങനെ ഇപ്പം എന്താ പറയുക, നമ്മളെ കോൺജറിങ് പോലെ ഒരു കാര്യം, ഒരു ഹൊറർ, ഒരു പ്രേതപ്പടമല്ല ഇതൊരു ഒരു 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 പടമാണ്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സിനിമേൻ്റെ റേഞ്ച് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഒരു കുട്ടി ഇങ്ങനെ സ്റ്റോറി പറയണം, അത് വോയിസ് ഓവർ വഴി, ശരിക്കല്ല ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരുന്ന സ്റ്റോറി പറയല്ല, ഒരു വോയിസ് ഓവർ വഴി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് കിട്ടണം ഒരു ക്വാളിറ്റി ഉള്ള സാധനമാണ് കാണാൻ പോകുന്നത് എന്നുള്ളത്. അതേപോലെ തീരെ ബോറടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ. ബോറടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാളിങ്ങനെ നടന്നു പോകുന്നു, ഒരു ചില പ്രേതപ്പടത്തിലുണ്ടാവുമല്ലോ, അത് പ്രേതപ്പടമല്ല എന്നാലും പറയാം, ആ ഒരു ഫീല് വരുന്ന ഒരു ഹൊറർ ഫീല് വരുന്ന ഒരു മൂവിയിൽ ഇങ്ങനെ ഒരാളിങ്ങനെ റൂമിൽ കൂടെ ഇങ്ങനെ പോകും, പോയാലും തീരൂല. അങ്ങനത്തെ സ്ട്രെച്ച് ആയിട്ട് കിടക്കുന്ന ചില സീൻസിൻ്റെ ഫാൻസും ഉണ്ട്, അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമല്ല. കുറച്ച് സമയം വരെയൊക്കെ ഓക്കെ, അത് ഇങ്ങനെ കുറേ നേരം അങ്ങനത്തെ ചില സീൻസ് ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും ത്രൂ ഔട്ട് ഞാൻ എൻജോയ് ചെയ്തിരുന്ന് കണ്ട പടമാണ് വെപ്പൺസ് എന്ന് പറയുന്നത്. ഈ സിനിമയിൽ കുറേ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 2:17 പുലർച്ചെ 2:17 കണ്ടം വഴി ഓടണതാണ്. അതാണ് പടം. അത് എന്താ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്നുള്ളത്. പക്ഷെ ആ കാരണം ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്, അത് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. കിട്ടില്ല സാധനം. ഞാനിതിൽ ആരാ വില്ലന്, ആരാണ് മോശം, ഇതിലാരാ നല്ല ആൾക്കാർ, ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ സിനിമ നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ്. ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്തൊരു മൂവിയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇത് OTT ഇരുന്ന് കണ്ടാൽ അത്ര എക്സ്പീരിയൻസ് കിട്ടില്ല എന്നുണ്ടെങ്കിലും കാണെങ്കിലും ചെയ്യാമല്ലോ. മറ്റൊന്നും നമ്മൾ അറിയണില്ലല്ലോ. തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള മൂവിയാണ്. അപ്പോൾ കാണാൻ പറ്റാത്തൊരു OTT ഇരുന്ന് കാണില്ല. അപ്പം അങ്ങനെയല്ല, OTT ഇരുന്ന് നിങ്ങൾ കാണണം, എന്തായാലും നിങ്ങൾ കാണണം. വെപ്പൺസ് എന്ന് പറയുന്നത് ഒരു ഹൊറർ ഫീലിൽ പോകുന്ന ഒരു മൂവി ആണെങ്കിൽ പോലും ഒരിക്കലും ഒരു ഹൊറർ മൂവിയല്ല. ഇതിൽ കുറേ പ്രേതോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ത്രൂ ഔട്ട് എൻഗേജിങ് ആയിട്ടുള്ള കിട്ടിയ ഡയറക്ഷനുള്ള ചില ഷോർട്സൊക്കെ അന്യായ ഷോർട്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. പിന്നെ ഇതിൽ വയലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സിൽ ഒരു കിട്ടില്ല വയലൻസ് ഉണ്ട്. ക്ലൈമാക്സിൽ ഒരാൾക്കൊരു കാര്യം സംഭവിക്കുന്നുണ്ട്, അത് കിട്ടില്ല വയലൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ഇതിൽ ഒരു കാര്യം കൂടെ പറയാം, ഇതിൽ അഭിനയിച്ചൊരു ടീച്ചറായിട്ട് ഒരു പെണ്ണ് അഭിനയിച്ചിട്ടുണ്ട്, അന്യായ പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ഇതിലൊരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട്, കിട്ടില്ല ആക്ടിങ്. പിന്നെ ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരു തള്ള അഭിനയിക്കുന്നുണ്ട്, മോന്തടിച്ച് പൊളിക്കാൻ തോന്നുന്നു, അങ്ങനത്തെ ഒരു തള്ള ഇതിൽ അഭിനയിക്കുന്നുണ്ട്, കിട്ടിലും പെർഫോമൻസ് ചെയ്യുന്നത്. മോന്തടിച്ച് പൊളിക്കാൻ തോന്നുന്നത് അങ്ങനത്തെ പെർഫോമൻസ് ചെയ്യുന്നുണ്ടാണ്. അതേപോലെ തന്നെ ഈ സിനിമ പോണത് ഓരോ ക്യാരക്ടറും, അപ്പോൾ ഒരു സിനിമ ഒരു കാര്യം നമ്മൾ മുന്നിൽ കണ്ട് പറയും. അപ്പോൾ ഒരു 20 മിനിറ്റിൻ്റെ കഥ സപ്പോസ് വിചാരിക്കും, ഒരു 20 മിനിറ്റിൻ്റെ ഒരു കഥ അവർ പറഞ്ഞു, അതിലൊരു 7 ക്യാരക്ടേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ക്യാരക്ടറിൻ്റെ ഒരു 20 മിനിറ്റ് ആ ഒരു സമയത്ത് നടന്നൊരു സ്റ്റോറി പറയും. ഈ പറഞ്ഞ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നടന്ന ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റോറി പറയും. അതേ സമയത്ത് തന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്യാരക്ടർ ഈ സമയത്ത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് എന്നുള്ളത് പറയും. മൂന്നാമത്തെ ക്യാരക്ടർ ഈ സമയത്ത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നതെന്ന് പറയും. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ അന്യായ റൈറ്റിങ്, സ്ക്രീൻ പ്ലേ, ഡയറക്ഷന്, എല്ലതും ഒന്നിനൊന്നിനും മെച്ചെന്ന് പറഞ്ഞ രീതിയിലാണ് ഒരു സിനിമക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. വിസൻ ടോക്സ് സൈനിങ് ഔട്ട്.